അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഫിഷ് ബിരിയാണിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ പോണത് ഞാനല്ല. അപ്പോൾ അരുണേട്ടൻ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കലാണ് പണി. അപ്പോൾ അങ്ങനെ ഫിഷ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാതും ഞാനൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുക, ചെറിയ ചെറിയ ഹെൽപ്പ് മാത്രം. ഫസ്റ്റ് ഫിഷൊക്കെ നന്നായി കഴുകി വെച്ചതിന് ശേഷം മസാല റെഡിയാക്കുകയാണ്. അപ്പം മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഫിഷ് ഫ്രൈ മസാല, കുരുമുളക് പൊടി, കുറച്ച് തൈര്, കുറച്ച് നാരങ്ങാനീര്, കുറച്ച് ഉപ്പും ഇതെല്ലാം ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഫുള്ള് ഫിഷിൽ എന്ത് ചെയ്യാണ്, പിടിപ്പിച്ചതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് നമ്മുടെ ആ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോഴുള്ള ഒരു ടേസ്റ്റ്. കാരണം ഫിഷ് ബിരിയാണി ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല മസാല ഉള്ള ഫിഷ് വേണം കിട്ടാൻ. അപ്പോൾ അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വെക്കാം. അതിന് ശേഷം മസാല ഉണ്ടാക്കാൻ, അതായത് ഉള്ളി, തക്കാളി സംഭവങ്ങളാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഉള്ളി ഫസ്റ്റ് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം എന്ത് ചെയ്തു, കുറച്ച് പച്ചമുളകും തക്കാളിയൊക്കെ കട്ട് ചെയ്യാണ്ടായിരുന്നു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഹെൽപ്പ് ചെയ്തു കേട്ടോ അതിനൊക്കെ. അപ്പോൾ അങ്ങനെ അത് നന്നായി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തിൻ്റെ ഉള്ളിൽ ഫിഷ് കൂടി ഫ്രൈ ചെയ്തെടുക്കാൻ വിചാരിച്ചു. അപ്പോൾ രണ്ട് അടുപ്പിലായിട്ട് നമ്മൾ ഒന്നിൽ മസാല റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒന്നിൽ ഫിഷ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ. അങ്ങനെ ഉള്ളി തക്കാളി നന്നായി വഴണ്ട് വന്നിരിക്കുകയാണ്. അപ്പുറത്ത് നമ്മുടെ എന്താണ് ഫിഷ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നന്നായി വഴറ്റി വന്നതിന് ശേഷമാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കണം. അതൊന്നുകൂടി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ കുറച്ചുകൂടി മസാലകൾ, മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഇങ്ങനത്തെ സംഭവങ്ങൾ മസാലയിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. കാരണം നമ്മൾ ഓൾറെഡി ഫിഷിൽ കുറച്ച് ഇട്ടിട്ടുണ്ട്, എന്നാൽ കൂടി നമുക്ക് ഈ മസാലയിൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഫിഷ് ഫുള്ള് റെഡിയായി വന്നിരിക്കുകയാണ് കേട്ടോ. ഫുള്ള് ഫിഷ് നമ്മൾ എന്ത് ചെയ്തു, ഫ്രൈ ചെയ്തെടുത്തു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, ഫിഷ് മാത്രമായി കഴിക്കാൻ തന്നെ. അപ്പോൾ ഇവിടെ മസാല റെഡിയായി. നെക്സ്റ്റ് നമ്മൾ റൈസിൻ്റെ പരിപാടി നോക്കാൻ പോവാണ്. അപ്പോൾ റൈസ് കുറച്ച് നേരം ഒന്ന് കുതിർത്തി ഇടണമല്ലോ, ഒരു 10-15 മിനിറ്റ് കുതിർത്തി വെക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, റൈസ് ഫിർദൗസിൻ്റെ റൈസ് ആയിരുന്നു. അപ്പോൾ അത് ബിരിയാണി അരി നമ്മൾ എന്ത് ചെയ്തു, കുതിർത്തിയിട്ടു. ആ സമയം കൊണ്ട് നമ്മൾ വെള്ളം വെച്ചു. വെള്ളം വെച്ചിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം കുറച്ച് നാരങ്ങാനീരും കൂടി ഒഴിക്കും കേട്ടോ. അങ്ങനെ വെള്ളം നമ്മളൊന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ആ സമയത്തിൽ കാഷ്നട്ട് മുന്തിരി കൂടി എന്ത് ചെയ്യുക, നെയ്യിൽ നമ്മൾ മൂപ്പിച്ചെടുക്കുമല്ലോ, കുറച്ച് ഉള്ളിയും കൂടിയും ചെയ്തെടുക്കാണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മൾ ദമ്മിടണ സമയത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് റെഡിയാക്കി എടുത്തു. ആ സമയത്തിൽ നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ടൈമിലാണ് നമ്മൾ റൈസ് കഴുകിയിട്ട് ഇട്ട് കൊടുത്തത് കേട്ടോ. അങ്ങനെ റൈസ് കഴുകി ഇട്ട് കൊടുത്ത് റൈസ് അവിടെ നമ്മൾ അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കാഷ്നട്ട് മുന്തിരി ആയി കഴിഞ്ഞപ്പോൾ കുറച്ച് ഉള്ളി കൂടി നമ്മൾ മുരിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തു. അങ്ങനെ അപ്പോൾ റൈസ് ഏറെക്കുറെ ആയി എന്ന് വേണം പറയാൻ. അപ്പോൾ റൈസ് അങ്ങനെ റെഡിയായി. ഇനി സാലഡിന്, അതായത് തൈരൊക്കെ ഒഴിച്ച് സാലഡ് റെഡിയാക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ഡെക്കറേഷൻ പരിപാടിക്കൊക്കെ ഫുൾ റെഡി. അങ്ങനെ ദമ്മിടാന്ന് വെച്ചു. ദമ്മിടാൻ ഞങ്ങൾ മസാല വെച്ച പാത്രത്തിൽ തന്നെ ഇടുക. കാരണം അതിലൊരു മസാല ഉണ്ടല്ലോ, അപ്പോൾ അത് റൈസിക്ക് പിടിക്കാമല്ലോ വിചാരിച്ചത് അത് തന്നെ ദമ്മിടാന്ന് വിചാരിച്ചിട്ടു. അതാണ് പുതിയ പാത്രമൊന്നും എടുക്കാത്തത്. അങ്ങനെ ഫിഷ് ഫസ്റ്റ് ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ മസാല, നേരത്തെ റെഡിയാക്കി വെച്ച മസാല അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. ശേഷം നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അതിന് മുന്നേ ഫസ്റ്റ് ഞങ്ങൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഫിഷ് ഇടുന്നതിൻ്റെ മുന്നേ പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ റൈസ് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ കാഷ്നട്ട്, മുന്തിരി, ഉള്ളി, പിന്നെ കുറച്ച് പുതിന ഇലയും മല്ലി ഇലയും കൂടിയിട്ട് കട്ട് ചെയ്തെടുത്തിരുന്നു. അതും ഇട്ട് കൊടുത്തു. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് സ്റ്റെപ്പ് ഫിനിഷ് ചെയ്തു. അതിന് ശേഷം നെക്സ്റ്റ് ലെയർ ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അടുത്ത ഫിഷ് ഇതുപോലെ തന്നെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മസാല ഇട്ടിട്ട് റൈസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യും പിന്നെ ഈ കാഷ്നട്ട്, മുന്തിരി, പുതിന, മല്ലിയില ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടച്ച് വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുക. ഞാൻ പലപ്പോഴും ഈ ഫിഷ് ബിരിയാണി എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കുന്നത് കണ്ടപ്പോഴാണ് ഇത്രയും എളുപ്പം, അത്രയും സമയവും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നത്. നമ്മുടെ നോർമൽ ബിരിയാണി പ്രൊസീജിയർ തന്നെയാണ്. എനിക്ക് ഫസ്റ്റ് ടെൻഷൻ ഫിഷ് ഉടയോ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഫിഷൊന്നും ഉടയാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടു. അടിപൊളി ടേസ്റ്റും ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഫിഷ് ബിരിയാണി, നല്ല അടിപൊളി ബിരിയാണി റെഡിയായി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.